ഗുരു പൊതുവെ രണ്ട് സാഹചര്യങ്ങളിലാണ് പിൻവലിഞ്ഞ് നിന്നിരുന്നത്. ഒന്ന്, അവനെ രാജാവാക്കാനും അധികാരിയാക്കാനും ജനം ശ്രമിച്ചപ്പോൾ. മറ്റൊന്ന്, സമയത്തിന് മുൻപേ അവനെ ബന്ധിച്ച് വധിക്കാൻ ജനം ചട്ടം കൂട്ടിയപ്പോൾ. പക്ഷേ ഈ രണ്ട് സാഹചര്യങ്ങളിലും ബന്ധിക്കപ്പെടാതെ നന്മ ചെയ്ത് സമയത്തോളം അവൻ മുൻപോട്ട് ചലിച്ചു. ഞാനും പലപ്പോഴും ഈ രണ്ട് സാഹചര്യങ്ങളുടെ എക്സ്ട്രീമുകളുടെ ഇടയിൽ പെട്ടുപോകാറുണ്ട്. നന്മകളും അഭിനന്ദനങ്ങളും വിജയങ്ങളും എന്നെ അവിടെ തങ്ങി നിൽക്കാൻ നിർബന്ധിക്കാറുണ്ട്. മറുഭാഗത്ത് പരാജയങ്ങളും വീഴ്ചകളും വിമർശനങ്ങളും നിരാശപ്പെട്ട് അവസാനിപ്പിക്കാനും എന്നെ നിർബന്ധിക്കാറുണ്ട്. പക്ഷേ വിവേകത്തോടെ ഒരു നിലപാട് എടുക്കേണ്ടതുണ്ട്. ഞാൻ തരണം ചെയ്യേണ്ട ചില മേഖലകളും ഇതിലുണ്ട്. ഈ രണ്ട് എക്സ്ട്രീമുകളിലും പിടിച്ചു നിൽക്കാതെ, തങ്ങി നിൽക്കാതെ മുന്നോട്ട് നന്മ ചെയ്ത് കടന്നു പോകാൻ ഏറെ ദൂരം ഇനിയും എനിക്കുണ്ട്. വിവേകത്തോടെ, ബോധ്യത്തോടെ മുന്നോട്ട് നീങ്ങാൻ, നന്മ ചെയ്ത് കടന്നു പോകാൻ എനിക്ക് സാധിക്കട്ടെ. ആമേൻ.